സമ്പൂർണമായി ഗതാഗതം തടസ്സപ്പെട്ടാൽ ഒന്ന് ഓടി വരാൻ കോഴിക്കോട് ജില്ലാ കളക്ടർക്ക് ലക്കിടിയിലേക്ക് പാസ്പോർട്ടിന്റെ ആവശ്യമുണ്ടോ? കോഴിക്കോട് കളക്ടർ പറയണം, കോഴിക്കോട് കളക്ടർക്ക് പാസ്പോർട്ടിന്റെ ആവശ്യമുണ്ടോ ഇങ്ങോട്ട് വരാൻ? 4 ദിവസം എടുത്തല്ലോ അങ്ങ് ഇങ്ങോട്ട് വരാൻ. കലക്ടർമാർക്ക് ജോലി ഉണ്ടാവും, അക്കാര്യത്തിലൊന്നും ഞങ്ങൾക്ക് അഭിപ്രായ ദിവസമില്ല. നിങ്ങളൊക്കെ നല്ലപോലെ ജോലി ചെയ്യുന്ന ആളുകളാണ്. പക്ഷെ പ്രയോറിറ്റി വേണ്ടേ? ഒരു ജില്ല ഒറ്റപ്പെടുമ്പോൾ, മെഡിക്കൽ കോളേജ് അടക്കമുള്ള അവശ്യ സർവീസ് മുടങ്ങുമ്പോൾ, കലക്ടർ അടക്കമുള്ളതായിരിക്കുന്ന മുഴുവൻ സിസ്റ്റം ഓടിയെത്തണ്ടേ? പരിശോധന വേണ്ടേ? തുടർ നടപടികൾ വേണ്ടേ? ഏകോപനം വേണ്ടേ? അപ്പൊ അദ്ദേഹം പറഞ്ഞത് പോലീസിൽ നിന്ന്, ഫയറിൽ നിന്ന്, മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് എനിക്ക് വിവരം കിട്ടുന്നുണ്ട്. കേട്ടറിവും നേരിട്ടുള്ള അറിവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. കേട്ടറിവും നേരിട്ടറിവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഒരു ക്രൈസിസ് ഉണ്ടായാൽ ആ ക്രൈസിസ് നടക്കുന്ന സ്ഥലത്തെത്തി അവിടെ കൈകാര്യം ചെയ്യാനുള്ളതായ ഉത്തരവാദിത്വം ഉണ്ടാകും. 4 ദിവസമായി ഇതിൽ ഗുരുതരമായ ഏകോപന പ്രശ്നമുണ്ടായി. അങ്ങനെ ഒറ്റപ്പെടുത്തേണ്ട ജനതയല്ല, അതിനെ അനുവദിക്കുന്ന പ്രശ്നമില്ല ഈ വയനാടിന്. ഒരു തർക്കവും വേണ്ട. ന്യായം നിരത്തുകയാണ്. ആ ന്യായം നിരത്തൽ വളരെ മോശമായി പോയി എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിയെ ഇന്നലെ വിളിച്ചിരുന്നു. മന്ത്രി എന്നോട് പറഞ്ഞു, ഉറപ്പു പറഞ്ഞു കലക്ടർ എത്തും. അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ ഡെപ്യൂട്ടി കലക്ടർ എത്തി. ഇന്നലെയാണ് സബ് കലക്ടർ എത്തിയത്, 3ാമത്തെ ദിവസം. സബ് കലക്ടർ എത്തിയത് 3ാമത്തെ ദിവസമാണ്. കലക്ടർക്ക് 4ാമത്തെ ദിവസമാണ് കലക്ടർ. സബ് കലക്ടർ 3ാമത്തെ ദിവസമാണ്. ഇതെന്താ ഈ സിസ്റ്റം? ഞങ്ങൾക്കറിയില്ല. അങ്ങനെ കൈകാര്യം ചെയ്യേണ്ടതല്ല ചുരം റോഡിന്റെ പ്രശ്നം. അതൊരു ജനതയുടെ ജീവൽ പ്രശ്നമാണ്. ഗുരുതരമായ ഏകോപനക്കുറവ്, പാളിച്ച ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് സർക്കാരിന്റെ സത്വരമായ ഇടപെടലും ശ്രദ്ധയും ഈ കാര്യത്തിൽ ഉണ്ടാകണം എന്നുള്ളത് പ്രത്യേകം ആവശ്യപ്പെടുകയാണ്. നമുക്ക് 2018 0.968 ഹെക്ടർ വനഭൂമി നമുക്ക് വിട്ടുകിട്ടിയിട്ടുണ്ട്. കമൽ പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഞാൻ 2021 ചുരത്തിന്റെ സ്റ്റഡി, അതിൻ്റെ നിലവിലുള്ളതായിരിക്കുന്ന സാഹചര്യത്തിന്റെ സ്റ്റഡി ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ട് മുഴുവൻ റിപ്പോർട്ടും എടുത്ത് പരിശോധിച്ചപ്പോൾ എന്നെ അതിശയിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം 2018 ഈ വനഭൂമി വിട്ടുകിട്ടിയിട്ടും അതിന്റെ തുടർ നടപടി ഒരു സ്റ്റെപ്പ് പോലും ആയില്ല. ഒരു സ്റ്റെപ്പ്, ഒരു നടപടി എടുത്ത്. എന്നിട്ട് നമ്മൾ അതിൽ തുടർ നടപടി സ്വീകരിക്കാനുള്ള സ്റ്റെപ്സ് എടുത്തു. മീറ്റിംഗ് വിളിച്ചു, കത്തുകൾ അയച്ചു, തുടർ നടപടി സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടു. അവസാനം രാഹുൽ ഗാന്ധി ഒരു ദിശ മീറ്റിംഗിന് ശേഷം നാഷണൽ ഹൈവേയുടെ സെപ്പറേറ്റ് യോഗം നടത്തിച്ചു. ആ യോഗത്തിൽ വെച്ചുകൊണ്ടാണ് ഇതിന്റെ പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. ആ പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്തു. ആ പ്രപ്പോസൽ ടെൻഡറായി. 6, 7, 8 ചുരം വളവിന്റെ ടെൻഡർ നടപടികൾ പക്ഷെ നിർഭാഗ്യവശാൽ 20-25% ബിലോ ആയി ഒരു ഉത്തരേന്ത്യ കമ്പനി അതെടുത്തു. അതിൻ്റെ മേലെ പ്രശ്നമൊന്നുമില്ല. അവസ്ഥയും കാര്യങ്ങളും അറിയാതെ ടെൻഡർ എടുത്തതിന്റെ ബുദ്ധിമുട്ട് ഇപ്പൊ ഫേസ് ചെയ്യാം. നമ്മൾ പറയുന്നു, വീണ്ടും പ്രിയങ്ക ഗാന്ധി ഇടപെട്ട് നിതിൻ ഗഡ്കരിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഡിലേ വരരുത്, അവർക്കെടുക്കാൻ പറ്റില്ലെങ്കിൽ അടിയന്തര തുടർ നടപടി ഇക്കാര്യത്തിൽ ഉണ്ടാകണം എന്നുള്ളത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മൾ അതിന്റെ പറയാൻ നിൽക്കുക. PWD സെക്രട്ടറി ബിജു അടക്കം നമുക്ക് അത് കാര്യത്തിൽ എല്ലാവരും സഹായിച്ചിട്ടുണ്ട്. മിനിസ്റ്റർ സഹായിച്ചിട്ടുണ്ട്, എല്ലാവരും സഹായിച്ചിട്ടുണ്ട്. അടിയന്തരമായി 6, 7, 8 വളവുകളുടെ ചുരം വളവ് നിവർത്തൽ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു ക്രൂഷ്യൽ ഡെവലപ്മെന്റ് ഇഷ്യൂ ആണ് ചുരത്തെ സംബന്ധിച്ച്. അത് അടിയന്തരമായി പൂർത്തിയാക്കണം. ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് വർക്ക് തുടങ്ങാനുള്ള അടിയന്തര നടപടി അക്കാര്യത്തിൽ സ്വീകരിക്കണം. അതിന്റെ ഫോളോ അപ്പ് ആക്ഷൻസിലേക്ക് മുന്നോട്ട് പോയി. പക്ഷേ സ്ലോ ആണ്.